ഹായ് LCHF, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഡയറ്റിൽ വന്ന ശേഷം നിങ്ങൾ കബ്സ കഴിച്ചിട്ടില്ലല്ലോ. എല്ലാ കബ്സ പ്രേമികൾക്കും വേണ്ടി LCHF ഫ്രണ്ട്ലി കബ്സ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. LCHFിൽ ബ്രോയിലർ കോഴി അനുവദിക്കുന്നില്ല. അതിനു പകരം നമുക്ക് അനുവദിച്ച ഏത് മാംസവും എടുക്കാം. ഞാനിവിടെ കാടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അരിക്ക് പകരം കോളിഫ്ലവർ റൈസും എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ആദ്യം കോളിഫ്ലവർ റൈസ് വേവിച്ചെടുക്കുകയും പിന്നെ കബ്സ മസാല റെഡിയാക്കുകയും പിന്നീട് മിക്സ് ചെയ്തെടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതിനോട് കൂട്ടി കഴിക്കാൻ ഒരു അറേബ്യൻ സൈഡ് ഡിഷ് മിസ്ബസ് റെഡിയാക്കിയിട്ടുണ്ട്. രണ്ടും കൂടി ചേരുമ്പോഴാണ് പെർഫെക്റ്റ് കബ്സ ടേസ്റ്റിലെത്തുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ആദ്യം റൈസ് വേവിച്ചെടുക്കണം. ഒരു 500 കോളിഫ്ലവർ ഞാനിവിടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായി തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് ഒരു 5 മിനിറ്റ് ഈ കോളിഫ്ലവറിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. ഒരു പാത്രത്തിലോ കട്ടിംഗ് ബോർഡിലോ വൃത്തിയുള്ളൊരു കോട്ടൺ തുണി വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഇത് കോരിയിട്ട് കൊടുക്കാം. സാധാരണ ബിരിയാണിയൊക്കെ റെഡിയാക്കുമ്പോൾ ചോറ് ഊറ്റിയെടുക്കുന്ന പോലെ തന്നെ ഇതും നമുക്ക് ഊറ്റിയെടുക്കാം. ഈ തുണിക്ക് മുകളിൽ വിതറി കൊടുക്കാം. ബാക്കിയുള്ളത് കൂടി അരിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തുണിയിൽ വിതറി കൊടുത്താൽ ചൂടാറുകയും ചെയ്യും. പിന്നെ കൂടുതലായിട്ടുള്ള വെള്ളം തുണി വലിച്ചെടുക്കുകയും ചെയ്യും. ഇതിങ്ങനെ പരത്തിയിട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ മസാല എല്ലാം റെഡിയാക്കി വരുമ്പോഴേക്ക് ഇത് ചൂടാറിയിട്ടുണ്ടാകും. പിന്നെ കുറേയൊക്കെ വെള്ളം ഈ തുണിയിൽ ഡ്രൈനായി പോയിട്ടുണ്ടാകും. ഇനി നമുക്കിതിന് മുകളിലേക്ക് വിതറാനുള്ള ബദാം ഒന്ന് വറുത്തെടുക്കണം. ആദ്യം ബദാം ഒരു 10 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് വെക്കാം. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി നമുക്ക് ഉരിച്ചെടുക്കാം. തൊലി ഉരിച്ചെടുത്ത ശേഷം നടുകെ മുറിക്കാം. കാഷ്യൂ ഉണ്ടെങ്കിൽ 5 കാഷ്യൂ വരെ നിങ്ങൾക്ക് ഇതിന് പകരം ഉപയോഗിക്കാം. ഞാൻ LCHFിൽ വന്നതിന് ശേഷം കാഷ്യൂ മാക്സിമം ഒഴിവാക്കാറാണ്. ഇനി ഇത് വെളിച്ചെണ്ണയിലോ 1/2 ടീസ്പൂൺ നെയ്യിലോ വറുത്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറം കയറി വരുന്നുണ്ട്. ഒരു 1/4 ബ്രൗൺ നിറമായാൽ തന്നെ നമുക്ക് മാറ്റാം. കച്ചമ്പറിന് പകരമായി അറേബ്യൻ റൈസിലേക്ക് ഒരു മിസ്ബസ് തയ്യാറാക്കും. ഒരു തക്കാളിയും 2 അല്ലി വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കബ്സ അല്ലെങ്കിൽ മറ്റ് റൈസിലേക്കെല്ലാം രുചി തരുന്നത് ഈ അറേബ്യൻ മിസ്ബസ് ആണ്. ചമ്മന്തിക്കും തൈരിന് പകരം സൈഡ് ഡിഷായിട്ട് നമുക്ക് ഇതാണ് ഉപയോഗിക്കാനുള്ളത്. ഇതുണ്ടെങ്കിലാണ് കബ്സയുടെ യഥാർത്ഥ ടേസ്റ്റിലേക്ക് നമ്മൾ എത്തുക. നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞതിനെ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കബ്സ തയ്യാറായ ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതി. ബാക്കി എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളതെന്ന് പറയാം. ഞാനിവിടെ 2 കാട തൊലിയോട് കൂടി എടുത്തിട്ടുണ്ട്. ബ്രോയിലർ ചിക്കൻ നമുക്ക് അനുവദിച്ചതല്ല, അത് ഒഴിവാക്കുക. നാടൻ ചിക്കൻ കിട്ടുമെങ്കിൽ തൊലിയോട് കൂടെ എടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് 2 പേർക്ക് വേണ്ടി ഒരു 6 സ്പൂൺ സവാള, ചെറിയുള്ളി എടുത്താലും മതി. പിന്നെ ഒരു ചെറിയ തക്കാളി അരച്ചെടുത്തതും നന്നായിട്ട് അരിഞ്ഞെടുത്തൊരു ചെറിയ തക്കാളിയും. 1 ടേബിൾ സ്പൂൺ കബ്സ മസാല എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്. പിന്നെ ഇത് വയമ്പ് പോലെ കബ്സയിലേക്ക് ഇടുന്നൊരു സ്പൈസസ് ആണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. വയമ്പ് പോലെ ഇരിക്കും കണ്ടാൽ. നല്ലൊരു രുചിയും മണവും നൽകും ഈ കഷ്ണം. പിന്നെ എടുത്തിട്ടുള്ളത് ഉണങ്ങിയ ഒരു ചെറുനാരങ്ങ, ഒരു പച്ചമുളക്, പിന്നെ ഒരു ബേ ലീഫ്. പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും വേണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി വന്നാൽ സവാള ചേർക്കാം. ഞാനിവിടെ 2 പേർക്ക് 6 സ്പൂൺ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി ചതച്ചതോ ചെറുതായി മുറിച്ചതോ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
ഒന്ന് വാടിയ ശേഷം കാടയെ ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ കാടയും ഒന്ന് ആ എണ്ണയിൽ കിടന്ന് ഫ്രൈ ആവും. ഇടയ്ക്ക് 2 വശവും ഒന്ന് മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം ഉള്ളി നന്നായി വാടിയിട്ടുണ്ട്. ഇനി തക്കാളി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വന്നാൽ എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചെറുനാരങ്ങയും ബേ ലീഫും എല്ലാം ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഈ പൊടിയൊന്ന് പച്ചക്കുത്ത് മാറിയാൽ ഇനി തക്കാളി അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഹോം മെയ്ഡ് തക്കാളി പേസ്റ്റ് ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. റെഡിമെയ്ഡ് ഇല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്നൊരു തക്കാളി അരച്ചെടുത്താലും മതി. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഈ കബ്സ മസാലയുടെയും തക്കാളിയുടെയും ടേസ്റ്റ് എല്ലാം ഈ കാടയിലേക്ക് പിടിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. 10 മുതൽ 15 മിനിറ്റ് കൊണ്ട് കാട വേവായി വരും. നിങ്ങൾ എടുക്കുന്നത് നാടൻ ചിക്കൻ ആണെങ്കിൽ ആദ്യം ഒന്ന് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇവിടെയും കാട വേവാൻ ആവശ്യമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നാടൻ ചിക്കൻ ആണെങ്കിൽ കുക്കറിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുത്തതിന് ശേഷം ഈ വേവിക്കാൻ വെച്ച സമയം ഒരു വിസിലടിച്ച ശേഷം 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. നന്നായി തണുത്തതിന് ശേഷം തുറന്നാൽ മതി. കുക്കർ തുറക്കുന്ന സമയം ഒരുപാട് വെള്ളമുണ്ടെങ്കിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇവിടെ ബിരിയാണി മസാലയുടെ അത്രയും വെള്ളം നമുക്ക് ആവശ്യമുള്ളൂ. കോളിഫ്ലവർ നമ്മൾ ആദ്യം വേവിച്ചെടുത്തതാണ്. കാട വേവായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കോളിഫ്ലവർ റൈസിനെ ഒന്ന് വറുത്തെടുക്കാം. നമ്മളൊരു കോട്ടണിൽ വെച്ചത് കൊണ്ട് കുറേ ആ തുണിയിൽ വലിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കുറേയൊക്കെ പോയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. കോളിഫ്ലവർ എത്ര സമയം വറുത്തെടുക്കുന്നോ അത്രയും അത് ചുരുങ്ങിക്കൊണ്ടേ വരും. അതുകൊണ്ട് കൂടുതലായിട്ട് കാണുന്ന വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇതുപോലെ പരന്നൊരു പാത്രത്തിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഇപ്പം കോളിഫ്ലവർ റൈസ് കുറേയൊക്കെ വെള്ളം വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് കബ്സ മസാലയിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനു മുമ്പ് ഈ കാടക്കഷ്ണങ്ങളെ നമുക്ക് മാറ്റാം. കൂടുതലായിട്ട് വെള്ളമുണ്ടെങ്കിൽ ഈ സമയത്ത് വറ്റിച്ചെടുക്കാം. നന്നായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം കോളിഫ്ലവർ റൈസ് ചേർത്ത് കൊടുത്താൽ മതി. ബിരിയാണി മസാലയുടെ ഒക്കെ അത്ര വെള്ളം മതി. വറുത്ത് വെച്ച കോളിഫ്ലവർ റൈസിനെ ഈ മസാലയിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് കോളിഫ്ലവർ റൈസും കബ്സ മസാലയും നന്നായിട്ട് യോജിച്ച് രുചിയെല്ലാം നന്നായി കിട്ടും. 1 മിനിറ്റിൽ കൂടുതലിട്ട് വറുത്തുകൊണ്ടിരിക്കരുത്. കോളിഫ്ലവർ റൈസ് നന്നായിട്ട് കുഴഞ്ഞു പോകും. അതുകൊണ്ട് കൂടുതൽ സമയം വറുക്കാതെ സൂക്ഷിക്കുക. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കബ്സയിൽ ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ മിസ്ബസിൽ ചേർത്ത് കൊടുക്കാം. ഇനി മുകളിൽ കാടക്കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഓവനിൽ 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ വെച്ചെടുത്താലും മതി. ഞാനിവിടെ അതൊന്നും ചെയ്തിട്ടില്ല. മുകളിൽ വറുത്ത് വെച്ച ബദാം ചേർത്ത് കൊടുക്കുകയാണ്. Lchf സ്പെഷ്യൽ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കബ്സ കഴിച്ച് ശീലിച്ചവർക്ക് അതേ രുചിയിൽ തന്നെ Lchf കബ്സയും ഇനി കഴിക്കാം. ആദ്യമായി ഞാൻ കബ്സ ഉണ്ടാക്കിയത് സാധാരണ നമ്മൾ അരി വെക്കുന്ന പോലെയായിരുന്നു. അതായത് ഇറച്ചി വേവിച്ചെടുത്ത വെള്ളത്തിൽ കോളിഫ്ലവറിനെ ഇട്ട് വേവിച്ചു. ആകെ കുഴഞ്ഞൊരു പരുവത്തിലായി. മാത്രമല്ല കോളിഫ്ലവർ പറ്റ അങ്ങ് ചുങ്ങിപ്പോയി. 2 പേർക്ക് എടുത്തത് ഒരാൾക്ക് കഴിക്കാനുണ്ടായുള്ളൂ. അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ ആദ്യം കോളിഫ്ലവർ വേവിച്ചിട്ട് ബിരിയാണി മസാല പോലെ ആക്കിയിട്ട് അതിൽ മിക്സ് ചെയ്തെടുത്തത്.
അപ്പോഴാണ് കുറച്ചുകൂടി റൈസിൻ്റെ രൂപത്തിൽ കിട്ടിയതും 2 പേർക്ക് കഴിക്കാനായിട്ടുണ്ടായതും. ടേസ്റ്റ് രണ്ടും ഒരേപോലെ ആയിരുന്നു, പക്ഷേ കുറച്ചുകൂടി നല്ലതായി തോന്നിയത് ഇങ്ങനെ ചെയ്തെടുത്തപ്പോഴാണ്. മിസ്ബസ് കൂടി കൂട്ടി കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മിസ്ബസ് കൂടി ചേരുമ്പോഴാണ് ആ കബ്സയുടെ യഥാർത്ഥ രുചിയും മണവും എല്ലാം കിട്ടുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും 1000 നന്ദി.